കെമിക്കൽ കണ്ടന്റ് ഒക്കെ ഗ്ലാസ്സിൽ നിറഞ്ഞ് പാടം പോലെ നിറഞ്ഞിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മഴയത്ത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു മങ്ങല്, പിന്നെ വണ്ടിയുടെ ഗ്ലാസ്സിലുള്ള വാട്ടർ സ്പോട്ട്, അതായത് വെള്ളത്തിന്റെ കറ, കുഴൽ കിണറിന്റെ വെള്ളമോ ഉപ്പൊള്ളൊക്കെ ആയിട്ട് വെള്ളത്തിന്റെ ഈ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഈ വെള്ളത്തിന്റെ പാടുകൾ വരുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാന് ഫുൾ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രാച്ച് ആയിരുന്നു ഈ വണ്ടിന്റെ ഗ്ലാസ്. വൈപ്പറിന്റെ ഈ ഒരു ബ്ലേഡ് കൊണ്ട് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി അത്ര വലിയ ലക്ഷറി വണ്ടി ഒന്നല്ല കേട്ടോ, 2016 മോഡൽ ഒരു റിറ്റ്സ് ആണ്. പക്ഷെ വണ്ടിന്റെ മെയിൻ ഗ്ലാസ് എന്നാണല്ലോ നമ്മൾ പറയാറ്. യെസ്, വണ്ടിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ട് അതിന്റെ ഗ്ലാസ് തന്നെയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫെയ്ഡ് ആയാലും സ്ക്രാച്ച് ആയാലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാലൊക്കെ ആയാലും രാത്രി സമയങ്ങളിലൊന്നും വണ്ടി ഓട്ടാനേ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് അതിന്റെ സ്ക്രാച്ച് ഒക്കെ. വൈപ്പറിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൈപ്പറിന് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടിയോട് വൈപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ നിറയെ സ്ക്രാച്ച് ആയിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഒരുപാട് ചാൻസുകൾ കൂടുതലാണ്. എൻ്റെ അടുത്ത് എന്താ പഠിച്ചെന്ന് വെച്ചാൽ ഈ വൈപ്പറിന്റെ ബ്ലേഡ് മാറ്റിയതായിരുന്നു. മാറ്റിയിട്ട് പിന്നെ ഞാൻ ഗൾഫിൽ പോയി ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് പല ആളുകളും വണ്ടി യൂസ് ചെയ്ത വൈപ്പറൊക്കെ അങ്ങനെ യൂസ് ചെയ്ത്. കാരണം ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ നാട്ടിക്കാണ്, മലയാളത്തിൽ നാട്ട പോലെ വലിയ അടയാളത്തിൽ ഇങ്ങനെ വൈപ്പറിന്റെ അടയാളം വന്നിട്ട് അത്രയും സ്ക്രാച്ച് ആയിരിക്കുകയായിരുന്നു, ഭയങ്കര ഡീപ്പായിട്ട്. ഈ സ്ക്രാച്ച് കാരണം സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കോലത്തിലായിരുന്നു. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തിട്ടുള്ള തീരും കണ്ടു കാണാത്ത കോലായി. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഏകദേശം 1 മാസത്തോളമായി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ നാട്ടിലുള്ള കംപ്ലീറ്റ് കാർ വാഷുകളിലും അതുപോലെ തന്നെ ഈ പോളിഷിങ്ങിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളിലും അന്വേഷിച്ചു. ആരും ഇത് ചെയ്യുന്ന ആളുകൾ, കാരണം എല്ലാവർക്കും പേടിയാണ്, ഇത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് ചെയ്യുന്ന മറ്റുള്ള ബോഡി പോളിഷ് ചെയ്യുന്ന പോലെ ഗ്ലാസ് പോളിഷ് ചെയ്യുന്ന ആളുകളിൽ പിന്നെ പൂനെയില അവിടെ ഇവിടെയൊക്കെ ഏതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കംപ്ലീറ്റ് ഭാഗത്ത് സെർച്ച് ചെയ്തിട്ട് ആകെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്തുള്ള ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അവൻ്റെ ഒരു വീഡിയോ കണ്ടതായിരുന്നു. അങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്ത് വന്നതാണ്, നമ്മുടെ മുത്തുമണി ഷാജഹാനാണ്. ഇവൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇത് തപ്പുന്നുണ്ടാവും വീഡിയോ ആയിട്ട്. ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല യൂട്യൂബിലൊന്നും. ഇനി വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വണ്ടിയുടെ മെയിൻ ഗ്ലാസ് ആണല്ലോ. ഗ്ലാസ് മാറിയ വണ്ടിയുടെ മാർക്കറ്റിനെ പോയില്ല. അപ്പോൾ മാറ്റാതെ എങ്ങനെങ്കിലും നോക്കാതെ എങ്ങനെങ്കിലും പോളിഷ് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ച്, ഇവൻ്റെ പേര് ഷാജഹാൻ എന്നാണ്, ഒറ്റപ്പാലത്താണ്. ഞാൻ തിരൂരിൽ നിന്ന് ഞാൻ ഒറ്റപ്പാലത്ത് വന്ന് രാവിലെ വണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് എനിക്ക് വണ്ടി റണ്ണിങ് ഉണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോഴെല്ലാം മുത്തുമണികളായ സംഭവം. എവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്നത്? പത്തനംതിട്ട, കാസർഗോഡ്, മലപ്പുറം ഭാഗത്ത് നിന്ന് ഒരുപാട് വണ്ടികളാണ് വരുന്നത് ഇവൻ്റെ അടുത്ത്. എൻ്റെ വണ്ടിന്റെ ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഇത്രയും സ്ക്രാച്ചുള്ള ഒരു വണ്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരം ഓടി വന്നല്ലേ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, ഫുള്ള് പോണ്ട, എനിക്ക് രാത്രി വണ്ടി ഓടിക്കാൻ പറ്റിയ കോലത്തിലൊന്നും ആക്കി തന്നാൽ മതി. അവൻ പറയാൻ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല, ഞാൻ പറ്റുന്ന മാതിരിയൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 75%, ഒരു 25% ബാക്കിയുണ്ട്. ഇനിയും ചെയ്തിട്ടുണ്ടെന്ന് ഗ്ലാസ് പൊട്ടുന്നതാണ് അവൻ പറഞ്ഞത്. അവന് പരമാവധി ചെയ്ത് ഏകദേശം 2 മണിക്കൂറോളം എടുത്തിട്ടാണ് ചെയ്തത്. ഏതായാലും മുത്തുമണിയെ ഷാജഹാനെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 75% എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ രാത്രി ഇരുട്ടായിരുന്നു. ഇരുട്ടത്ത് നല്ല ക്ലിയർ ആയിട്ട് വണ്ടി ഓടിച്ച് വരാൻ എനിക്ക് പറ്റി. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ മൈനർ സ്ക്രാച്ചുകൾ, അതായത് വൈപ്പറൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചുകൾ. ഈ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചുകൾ കാരണം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൈറ്റ് ഡ്രൈവിംഗിൽ ഓപ്പോസിറ്റ് ഹെഡ്ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഗ്ലെയർ അനുഭവപ്പെടാറുണ്ട്. അതായത് ഒരു നോർമലി ഒരു റൗണ്ടിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിന് നമുക്ക് നീളത്തിൽ ഒരു ഗ്ലെയർ പോലെ കാണുന്ന ഒരു സംഗതി വരാറുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഗ്ലാസ് പോളിഷിംഗ് ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ മുത്തുമണിയെ ഷാജിയെ ரொம்ப താങ്ക്സ്ടാ. ചെറിയ സമയത്ത് ഒരു പരിചയം ഉള്ളൂന്നുണ്ടെങ്കിൽ വലിയ ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ ഒരു തോന്നൽ ഇങ്ങനെ ഫീൽ ചെയ്യാണ്. ഏതായാലും തങ്കക്കുടങ്ങൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വണ്ടി ഇതേപോലെ തന്നെ സ്ക്രാച്ച്, ഫെയ്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് വിട്ടോളൂ ഒറ്റപ്പാലത്തേക്ക്. നിങ്ങളിപ്പോൾ ഷൊർണൂർ ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം ടൗണാണ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന ഭാഗത്തായിട്ട് ഏതായാലും പാലക്കാട് റോഡ് സൈഡിൽ തന്നെയാണ് C4 കാർ വാഷ് എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡ് ഉണ്ടാവും. നമ്പർ ഞാനിതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് അവനോട് ബന്ധപ്പെടാം, വാട്സാപ്പ് ചെയ്യാം, എന്ത് ചെയ്യാം. കയറുന്നിടത്ത് തന്നെ ചെറിയൊരു കഫ്റ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനും അങ്ങനെയൊക്കെ റെസ്റ്റ് എടുക്കാനും 2-3 മണിക്കൂറുകൊണ്ട് നമ്മളെ പരിപാടി നമുക്ക് തിരിച്ചു പോലും ചെയ്യാം. അതുവരെ വല്ല ചായ കാര്യങ്ങളൊക്കെ അവിടുന്ന് കുടിക്കാനൊക്കെ സ്നാക്സ് കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് കടയുണ്ട്. അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഈ കൂട്ടത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഇടയിലൊന്ന് കാണിച്ചിരുന്നു പനമണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് 8 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ വാത്സല്യത കണ്ടില്ലേ, ഈ വാത്സല്യം ഷൂട്ട് ചെയ്തിട്ടുള്ള വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 2 വർഷം മുമ്പ് ഞാൻ പോയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ അവിടെ പോയപ്പോൾ ആ വീട് കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആളുകൾ താമസം തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം അതിനകത്തേക്ക് എൻട്രി ഒന്നും കിട്ടിയില്ല. പുറത്തുനിന്ന് ആ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോകും. ഇന്ന് പോയപ്പോഴുള്ള സീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ വിട്ടുനിന്ന് ദൂരത്തുനിന്ന് ഞാനൊന്നിങ്ങനെ സൂം ചെയ്തിട്ട് ആ വീട് ഇങ്ങനെ കാണാൻ പറ്റി. പുറത്ത് ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്തൊക്കെ വീടുകളൊന്നും 5 സെന്റും 10 സെന്റും ഒക്കെ ആയിട്ട് ആ വീടുകളൊക്കെ മൊത്തം വിറ്റിരുന്നു. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ സ്ഥലം വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും വാങ്ങാണ്ടൊക്കെ വാങ്ങിക്കോളും എന്നൊക്കെ. ഏതായാലും മലയാള സിനിമയുടെ ഈറ്റിലാണല്ലോ പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം എന്നൊക്കെ പറയുന്നത്. വരിക്കാശ്ശേരി മലണ്ട് തൊട്ടടുത്ത്. അവിടെ ഒരുപാട് ലൊക്കേഷൻസ് കാഴ്ചകളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കറങ്ങേണ്ടവർക്ക് അങ്ങനെയും കറങ്ങാം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, എന്ത് കുന്തമാണെങ്കിലും ചെയ്തോളൂ. ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്, അല്ലാതെ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഒന്നുമല്ല. അവിടെ ബൈ.